സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 231 കോടിയുടെ തട്ടിപ്പ് നടന്നതിൽ ഇതുവരെ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇതുവരെ 48,384 പേരാണ് തട്ടിപ്പിനിരയായത്. കേസിലെ മുഖ്യപ്രതികളെല്ലാം അറസ്റ്റിലായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. ഇതുവരെ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നും അതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGPക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചു. പ്രതികൾ സീഡ് വഴിയും NGO കോൺഫെഡറേഷൻ വഴിയുമാണ് തട്ടിപ്പ് നടത്തിയത്. പ്രമുഖ വ്യക്തികളോട് ഒപ്പം നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് വിശ്വാസ്യത നേടിയും തട്ടിപ്പ് നടത്തി. ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്ന ആളുകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടറുകൾ നൽകിയെന്നും പിന്നീട് ചേർന്നവർക്ക് പണം നഷ്ടപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്ന മുഴുവൻ സ്ത്രീകൾക്കും പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകി. അതിനെ തുടർന്ന് വിശ്വാസ്യത കൂടുകയും നിരവധി പേർ പദ്ധതിയിൽ ആകൃഷ്ടരാകുകയും ചെയ്തു. എന്നാൽ പിന്നീട് പദ്ധതിയിൽ ചേർന്നവർക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ ലഭിക്കാതെ വന്നു. തുടർന്നാണ് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചു തുടങ്ങി. പ്രമുഖ വ്യക്തികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും കബളിപ്പിക്കപ്പെടുന്നവരും മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത്. ജഡ്ജിമാർ പോലും പറ്റിക്കപ്പെടുന്നുവെന്നായിരുന്നു ഇതിന് സ്പീക്കറുടെ മറുപടി. എന്നെയൊന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു പോയി നിൽക്കാതിരിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞു. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട് സർ. തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പാതിവില തട്ടിപ്പ് കേസിൽ അവസാനം അറസ്റ്റിലായത് സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണ്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആനന്ദകുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിലെ മറ്റൊരു പ്രതി അനന്തുകൃഷ്ണൻ ജയിലിൽ തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.